ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു എന്താ പറയുക ഔട്ടിങ്ങിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ പോയിട്ടുള്ള കുറച്ച് വെള്ളച്ചാട്ടം, ഡാം, അതൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമ്മളൊരു റെസിപ്പി കാണിക്കുന്നുണ്ട്, കുറേ വിശേഷങ്ങൾ കാണിക്കുന്നുണ്ട്, അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പോയിരിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര. അതുമാത്രമല്ല, അത് നമ്മൾ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫോണൊക്കെ എടുക്കാൻ മറന്നിട്ട് പോയിട്ടോ. അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ ഏട്ടൻ്റെ ഫോണിൽ ഞാൻ എടുത്തിട്ട് ശരിയാക്കുമായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്ന നമ്മുടെ ഒരു കുഞ്ഞ് ഔട്ടിങ്ങും അതുപോലെ വീട്ടിൽ വന്നിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കേട്ടോ. പ്രതീക്ഷിക്കാണ്ട് പോയതുകൊണ്ട് തന്നെ ഭയങ്കര മനോഹരമായിരുന്നു എന്ന് പറയാം കേട്ടോ. ചില കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് പോകുമ്പോൾ ഒരുപാട് സന്തോഷവും എന്താ പറയുക, പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരുപാട് ആശ്ചര്യമൊക്കെ നമുക്ക് തോന്നില്ലേ. ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കാണാൻ പോയിട്ട് എന്തിനാ അത്രയൊക്കെ പറയണമെന്ന് വിചാരിക്കില്ലേ. പക്ഷേ അങ്ങനെ ഒരു ഔട്ടിംഗ് ആയിരുന്നു കേട്ടോ നമ്മുടേത്. അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ള വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് നമ്മുടെ മണ്ണാർക്കാട് പോകുന്ന വഴിക്കുള്ള അവിടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അതിനെന്തോ പേര് കറക്റ്റായിട്ട് മീൻ വല്ലം പറയും കേട്ടോ. അതാണ് വെള്ളച്ചാട്ടം. നമ്മൾ ആദ്യം കണ്ട ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടുന്ന് നമുക്ക് കുറേയും കൂടെ മുകളിലൊക്കെ പോകാം കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ മുകളിൽ നിന്ന് വെള്ളം ചാടുന്നത് കറക്റ്റായി കാണാൻ പറ്റും. പക്ഷേ ഇവിടെ നല്ല മഴയായ കാരണം, ഇപ്പം നല്ല മഴ സീസൺ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ആരും കടത്തി വിടുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഭാഗത്താണ് നമ്മൾ ഈ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതിനോടൊപ്പം നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ. മഴ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ടായിരുന്നു. കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വെള്ളച്ചാട്ടം കാണാവുമ്പോൾ എപ്പോഴാണ് വെള്ളം അധികം വരിക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് പോയി അടിപൊളിയായിട്ടുള്ള വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് വന്നു കേട്ടോ. പിന്നെ നമ്മൾ പോയിട്ടുള്ളത് അതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ഡാം കാണാനാണ് കേട്ടോ. എന്താ പറയുക, കാഞ്ഞിരപ്പുഴ ഡാം. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഏട്ടൻ തന്നെ എവിടെയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ കാണുന്ന മലയില്ലേ, നമ്മൾ മെയിൻ റോഡിൽ കൂടെ വരുന്ന സമയത്ത് ദൂരത്തുനിന്നേ ഇത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ മലയുടെ അപ്പുറ ഭാഗത്താണ് നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള വെള്ളച്ചാട്ടം കാണാനുള്ളത്. അപ്പോൾ ഈ മല റോഡിൽ കൂടെ വരുമ്പോൾ നല്ല എന്താ പറയുക, നല്ല ഭംഗിയായിട്ട് തന്നെ പറയാം കേട്ടോ. അത്രയും മനോഹരമായിരുന്നു. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്ലൈമറ്റ്, ഒരു തണുപ്പും മഴയും അതുപോലെ തന്നെ ചൂടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ മേലെ പോയ സമയത്ത് നല്ല ചൂടായിരുന്നു കേട്ടോ. ആ വെയിൽ കൊള്ളാൻ പറ്റാത്ത അത്രയും ചൂടായിരുന്നു കേട്ടോ. പക്ഷേ കാണാൻ നല്ല ഭംഗിയായിരുന്നു. നമ്മുടെ ഡാമിലെ വെള്ളത്തിനെക്കാട്ടിലും കാണാൻ നല്ല ചന്തമായിട്ട് തോന്നിയിരിക്കുന്നത് നമ്മുടെ ചുറ്റുവശമുള്ള ആ മലയും ആ കാട് പോലെയുള്ള കാര്യങ്ങളൊക്കെ, അതിലിങ്ങനെ മഞ്ഞ് വീഴും പോലെയും പുക വരും പോലെയുള്ള കാണുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഡാമിൽ അധികമൊന്നും കാണാനില്ല. പക്ഷെ എന്നാലും ആ ഡാമിൻ്റെ ചുറ്റുമുള്ള ആ കാണാനുള്ള ആ മലയൊക്കെ നല്ല മനോഹരമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഒരുപാട് ഉള്ളിക്കൊന്നും അല്ല, ഒരുപാട് ഇനി അങ്ങടേക്ക് പോകാം കേട്ടോ. പക്ഷേ ഞങ്ങൾ അങ്ങനെയൊന്നും പോയില്ല. നല്ല വെയിലായ കൊണ്ട് തന്നെ മുകളിലേക്ക് നിൽക്കാൻ നല്ല പ്രയാസമായിരുന്നു കേട്ടോ. നമ്മളവിടെ എത്തിയിരിക്കുന്നത് ഒരു 12-12:30 ആ സമയത്താണ്. നല്ല വെയിലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് താഴെ ഇറങ്ങുകയാണ് കേട്ടോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷട്ടറൊക്കെ ഒരു 3-4 തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ചാടുന്നുണ്ടായിരുന്നു. കാണാൻ തന്നെ നല്ല രസമായിരുന്നു. ആ വെള്ളത്തിൻ്റെ അടുത്ത് ആ മലയും കൂടെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ അധികം വലിയ ഡാം അല്ലെങ്കിലും പക്ഷെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഈ മഴക്കാലത്ത് കാണുമ്പോൾ നല്ല രസമായിരുന്നു. അങ്ങനെ ഞാൻ മുകളിൽ നിന്നൊക്കെ കണ്ടിട്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ അത്ര ഇല്ല എന്നാണ് പറയുന്നുണ്ടായിരുന്നത്. പക്ഷെ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് നമ്മുടെ ഡാമൊക്കെ കണ്ട് താഴേക്ക് ഇറങ്ങി. അതിനുശേഷം നമ്മൾ പിന്നെ അടുത്തുള്ളൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കേട്ടോ. പിന്നെ ഒരുപാടൊന്നും അവിടെ കാണാനില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ രണ്ടാളും ചോറാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അശ്വിൻ ബിരിയാണി മതി പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൻ ബിരിയാണി കഴിച്ചു. അങ്ങനെ അതെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് ഒരു അബദ്ധം പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ട്രിപ്പൊക്കെ മനോഹരമായിരുന്നു, സന്തോഷമായിരുന്നു, സുഖമായിരുന്നു, എല്ലാം കാര്യം ശരി തന്നെയായിരുന്നു. പക്ഷേ നമ്മൾ പോകുന്ന സമയത്ത് കാറിലല്ല പോയിട്ടുണ്ടായിരുന്നത്, ബൈക്കിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരൊറ്റ പ്രശ്നം കൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം മീൻ വെള്ളത്തിൽ ആ വെള്ളച്ചാട്ടം കാണാൻ
കാണാൻ പോകുന്ന സമയത്തൊന്നും മഴയുണ്ടായിരുന്നില്ല. നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഡാം കാണാൻ പോകണമെന്നോ ഈ വെള്ളച്ചാട്ടം കാണാൻ പോകണോ എന്നുള്ള ഒരു ഉദ്ദേശത്തിലല്ല നമ്മൾ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ അവിടുന്ന് അടുത്താണ് പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അവിടെ പോകാൻ നമുക്ക് വീട്ടിൽ നിന്ന് അടുത്ത് എന്താ പറയുക ഒരുപാട് ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരമുള്ളൂ. അപ്പോൾ കുറേ ആയില്ലേ ബൈക്കിൽ പോയിട്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ബൈക്കിൽ പോവുക എന്നുള്ള ഒരു ഇതിൽ പോയതായിരുന്നു കേട്ടോ. പോയിട്ട് നമുക്ക് വേഗം തിരിച്ച് വരാലോ എന്ന് പറഞ്ഞിട്ട്, പക്ഷേ അവിടെ പോയപ്പോഴാണ് ഏട്ടൻ പറഞ്ഞു നമുക്കൊന്ന് ഡാം കാണാൻ പോയാലോ എന്ന്. ശരി, അപ്പം നമ്മളത്ര ആലോചിച്ചില്ല കേട്ടോ ഈ മഴ വരും എന്നുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടുന്ന് പോണ സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നു, നല്ല വെയിലും വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ബൈക്കിൽ പോയി വേഗം തിരിച്ച് വരാൻ വിചാരിച്ചു. പക്ഷെ നമ്മൾ പോയ ഇവിടുന്ന് നമ്മുടെ വെള്ളച്ചാട്ടം കാണാനും, അതുപോലെ തന്നെ വെള്ളച്ചാട്ടം കണ്ടിട്ട് പിന്നെ ഒരു 10 കിലോമീറ്റർ അപ്പുറത്താണ് കേട്ടോ നമ്മുടെ ഈ ഡാം ഉള്ളത്. വെള്ളച്ചാട്ടം മെയിൻ റോഡിൽ നിന്ന് കുറേ ഉള്ളിലേക്ക് പോകണം കാണാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മുടെ ഡാം ശരിക്കും മെയിൻ റോഡിൽ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തായിരിക്കും വിചാരിച്ചു കേട്ടോ. പക്ഷെ നമ്മൾ അവിടുന്ന് പോയ സമയത്ത് നല്ല റോഡൊക്കെ അടിപൊളി റോഡായിരുന്നു കേട്ടോ. നമ്മൾ വണ്ടിയിലൊക്കെ പോകണമെങ്കിൽ സുഖമായിട്ട് പോകാൻ പറ്റും. ബൈക്കിൽ പോകുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പോകുന്ന വഴിക്കൊന്നും മഴയുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ എത്തി ആ പാലത്തിലൊക്കെ നിന്ന് വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞ് മുകളിലേക്ക് കയറി പിന്നെ കുറച്ച് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്ക് ഇറങ്ങിയിട്ട് ആ വെള്ളത്തിലൊക്കെ കാലൊക്കെ കഴുകായിരുന്നു കേട്ടോ. അവിടെ എത്തുമ്പോഴേക്കിണ്ട് നല്ല മഴ പെയ്തു അങ്ങോട്ട് കേട്ടോ. പക്ഷേ നമ്മൾ പറയുമ്പോൾ കോട്ടൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ആകപ്പാടെ ഒരു കോട്ട് വണ്ടിയിലുണ്ടായിരുന്നു, പിന്നെ ഒരു കോട്ട് നമ്മൾ വരുന്ന വഴിക്ക് വാങ്ങി കേട്ടോ. അങ്ങനെ 2 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ, 3 ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ രണ്ടാളും വേഗം കോട്ടൊക്കെ ഇട്ടങ്ങ് തന്നു. പിന്നെ ഏട്ടനും കുറച്ച് മഴയൊക്കെ കൊണ്ടു. പിന്നെ ഞങ്ങൾ ഒരു കട അവിടെ നിർത്തിയിട്ട് പിന്നെ കോട്ടൊക്കെ വാങ്ങി ഇട്ടിട്ടായിരുന്നു ബാക്കിയുള്ള നമ്മുടെ യാത്ര ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ വെള്ളച്ചാട്ടം കാണുന്നവിടെ ഒരുപാട് നേരം നമുക്ക് നിൽക്കാൻ പറ്റിയില്ല കേട്ടോ, ഈ മഴ വന്ന കാരണം. നമ്മൾ കാറിലൊക്കെ പോവുകയാണെങ്കിൽ മഴക്കാലത്ത് നല്ല സുഖമാണ് കേട്ടോ. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ അവിടേക്ക് പോകണമെന്ന്, അതുകൊണ്ട് അങ്ങനെ വലിയൊരു അബദ്ധം പറ്റി. പക്ഷെ എന്നാലും നല്ല സുഖമായിരുന്നു കേട്ടോ. ഈ നമ്മൾ കുറേ ആയി നമ്മളിങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്തിട്ട് കേട്ടോ. അപ്പം ഈ മഴയൊക്കെ കൊള്ളുമ്പോൾ ഒരു നല്ലൊരു രസവും നല്ലൊരു ഫീലും ആയിരുന്നു കേട്ടോ. നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ എന്താ പറയുക എല്ലാം ഓപ്പണായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു ഭംഗിയും സൗന്ദര്യവും ഒന്ന് വേറെയല്ലേ. എനിക്ക് കാറിൽ പോകാക്കാട്ടിലും കൂടുതൽ ഇഷ്ടം ബൈക്കിൽ പോകാനാണ് കേട്ടോ. എല്ലാം ഇങ്ങനെ തുറന്ന പോലെ എല്ലാം നമുക്ക് അവിടെ ഒപ്പിയെടുത്ത് കാണാൻ പറ്റും. അതൊരു സന്തോഷം തന്നെയാണ് നമ്മൾ ബൈക്കിൽ പോകുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മെയിൻ റോഡിൽ കൂടെ ബൈക്കിൽ വരുന്ന സമയത്ത് ഈ കണ്ട മലയില്ലേ അവിടുന്നേ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പം തന്നെ ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ എന്താ പറയുക ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ മുകളിൽ നിന്ന് വെള്ളം വീഴുന്നത് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അവിടെ പാസ്സൊന്നും കൊടുത്ത ആൾക്കാരെയൊന്നും കയറ്റുന്നില്ല, എന്താ പറയുക മഴ പെയ്ത കാരണം. അതുകൊണ്ട് തന്നെ നമുക്ക് താഴെ നിന്ന് കാണാനേ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ വണ്ടിയും കൊണ്ട് പോവുകയാണെങ്കിൽ ഒരു വണ്ടി നിർത്താനും എല്ലാത്തിനും സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ പകുതി ദൂരമല്ലേ പോയിട്ടുള്ളൂ, അതുകൊണ്ട് നമുക്ക് അധിക ദൂരം പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വരുന്ന സമയത്ത് പിന്നെ അങ്ങനെ ഞങ്ങൾ മഴയൊക്കെ കൊണ്ടാൽ പിന്നെ ഇപ്പോൾ ഡാം കാണാൻ പോകുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ. പക്ഷേ ഏട്ടന് ഒരേ നിർബന്ധമായിരുന്നു ഡാമും കൂടെ കണ്ടിട്ട് പോകാമെന്ന്. അവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് തന്നെയായിരുന്നു ഡാം കേട്ടോ. പിന്നെ നമ്മൾ അതും പോയി കണ്ടു. അവിടുത്തെ കാഴ്ചകളും ആ മലയും വെള്ളവും എല്ലാം കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കണ്ടു. പിന്നെ ഇടയ്ക്ക് അങ്ങനെ മഴ വന്നും പോയി കൊണ്ടൊക്കെ ഇരുന്നു കേട്ടോ. തിരിച്ച് വരുന്ന സമയത്ത് ഫുൾ മഴ തന്നെയായിരുന്നു. ഇടയ്ക്ക് അങ്ങനെ മഴ നല്ലപോലെ വരും, പിന്നെ അങ്ങോട്ട് മഴ പോകും, പിന്നെ ചാറിക്കൊണ്ട് നിൽക്കും. അങ്ങനെ മൊത്തം മഴ തന്നെ ആയിരുന്നു കേട്ടോ. മഴയാണെങ്കിലും ഇന്നലത്തെ ട്രിപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ. എന്താ പറയുക നല്ല രസമായിരുന്നു നമ്മുടെ ആ കാഴ്ചകൾ. ഞാൻ എൻ്റെ ഫോൺ എടുക്കാണ്ടായിരുന്നു കേട്ടോ ഒന്നാമത്തെ നമ്മൾ വേഗം പോയി വേഗം വരാം എന്നുള്ള ആ ഒരു ഇതിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഫോൺ എടുത്തില്ല കേട്ടോ. പിന്നെ അതുപോലെ ബാഗോ കുടിക്കാനുള്ള വെള്ളമോ അങ്ങനെ ഒന്നും എടുത്തില്ല. നമ്മൾ വേഗം പോയിട്ട് വേഗം വരാം എന്നുള്ള ആ ഒരു ഇതിലായിരുന്നല്ലോ. പക്ഷെ എന്നാലും നമ്മുടെ ട്രിപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്തിട്ട് ട്രിപ്പ് പോകുന്നതിനെക്കാട്ടിലും പെട്ടെന്ന് പോകുന്ന ഒരു ട്രിപ്പിന് ഭയങ്കര സന്തോഷം കൂടുതലായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും അതിനുള്ളിൽ നടന്നു എന്ന് വരില്ലേ. അപ്പോൾ കുറേ ആയിട്ടും അങ്ങനെ മഴയൊക്കെ കൊണ്ടിട്ട് ഒരു ദിക്കിലൊക്കെ പോയിട്ട്. അപ്പോൾ ഇന്നലെ പോയപ്പോൾ ഹാപ്പി ആയിരുന്നു. അശ്വിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ നമുക്ക് വെള്ളച്ചാട്ടം ഒരുപാട് അങ്ങോട്ട് കാണാൻ പറ്റിയില്ല കേട്ടോ. ശരിക്കും പറയുന്നത് കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ വെള്ളച്ചാട്ടമൊക്കെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതാണ്. താഴെ വെള്ളത്തിൽ ഒരുപാട് എന്താ പറയുക 10, 18, 20 വയസ്സിനുള്ള കുട്ടികളൊക്കെ കുളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവരുടെ ആ കുളിയൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല
പേടിയുണ്ടായിരുന്നു കേട്ടോ. എപ്പോൾ അങ്ങനെ വെള്ളം വന്ന് വല്ലതും ആവുമോ എന്നുള്ള ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ നമുക്ക് കാണുമ്പോൾ. പിന്നെ മഴ പെട്ടെന്ന് വന്നതുകൊണ്ട് തന്നെ നമ്മൾ അധികം നേരം അവിടെ ഒന്നും നിന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് വന്നു. മഴയൊക്കെ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കാറിലൊക്കെയാണെങ്കിൽ നമുക്ക് പോകുന്ന വഴിക്കുള്ള ആ വ്യൂ ഒക്കെ എടുക്കാമായിരുന്നു. പക്ഷെ നമ്മൾ ബൈക്കിലായതുകൊണ്ട് ഞാൻ പൊതുവേ ബൈക്കിൽ വീഡിയോ എടുക്കാൻ വരുമ്പോൾ എനിക്കിത്തിരി പേടിയാണ്. പിന്നെ പോരാത്തത് കൊണ്ട് തന്നെ നമുക്ക് മഴയും കൂടെ ആയപ്പോൾ അതൊന്നും അത്ര എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എന്നാലും നല്ല സുഖമായിരുന്നു കേട്ടോ. നമ്മുടെ ബൈക്കിൽ പോകുന്ന ആ ഒരു ട്രിപ്പ് ഭയങ്കര സന്തോഷവും ഒരു സുഖവും തരല്ലേ. നല്ല രസമായിരുന്നു കേട്ടോ നമുക്ക് പോയിട്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ മഴയൊക്കെ കൊണ്ട് നല്ല തണുപ്പോടുകൂടി വന്നപ്പോൾ ഭയങ്കര എന്താ പറയുക തണുപ്പായിട്ടോ. അപ്പോൾ പിന്നെ എന്താ വൈകുന്നേരത്തിന് കഞ്ഞി വെക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ പൂളക്കിഴങ്ങ് വേവിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നമ്മൾ സാധാരണ ചേർക്കുന്ന പോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഒരു കഞ്ഞിക്ക് പറ്റിയ ഒരു കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഞ്ഞി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പൂളക്കിഴങ്ങ് വൃത്തിയാക്കി പിന്നെ പപ്പടം കാച്ചിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പൂളക്കിഴങ്ങ് വൃത്തിയാക്കിയതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചെറിയുള്ളി ചതച്ചത് ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് വേവിച്ചെടുത്തു കേട്ടോ. ആദ്യം വേവിച്ചപ്പോൾ അത് വെന്തിട്ടേ ഇല്ല. കപ്പ ഭയങ്കര മോശം വേവാൻ കേട്ടോ. പിന്നെ ഞാൻ വേഗം തന്നെ കുറച്ചുകൂടെ വേവിച്ചെടുക്കാൻ പറഞ്ഞു. പിന്നെ അടച്ചിട്ട് ഒരു 2 വിസിലൂടെ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടും വലുതായിട്ടൊന്നും വെന്തിട്ടില്ല കേട്ടോ. നല്ലപോലെ വെന്ത് വരുന്ന നമ്മുടെ പൂളക്കിഴങ്ങാണെങ്കിൽ നല്ല ക്രീമി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്താൽ തന്നെ നമ്മുടെ കഞ്ഞിയോടുകൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ലവണ്ണം വെന്തുടയുന്ന വെണ്ണ പോലെയുള്ള കപ്പയാണെങ്കിൽ ഇതിലും ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ വേഗം തന്നെ നമ്മുടെ കറിയൊക്കെ ഒന്ന് റെഡിയാക്കി പിന്നെ വേഗം തന്നെ ഒന്ന് മേലൊക്കെ കഴുകി വന്നു കേട്ടോ. മഴയാണെങ്കിൽ നമുക്ക് വൈകുന്നേരവും രാവിലെ കുളിക്കുകയും മേല് കഴുകുകയും ചെയ്തില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ മേല് കഴുകലൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മുടെ ചൂടോടെ കഞ്ഞിയൊക്കെ ഒന്ന് വിളമ്പിയെടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പൂളക്കിഴങ്ങ് നമ്മൾ വിളമ്പിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പപ്പടം കാച്ചിയത് ഉണ്ടായിരുന്നു കേട്ടോ. അത് കൂട്ടി കഞ്ഞി കുടിക്കാൻ വിചാരിച്ചു. അപ്പോൾ വിചാരിക്കാതെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് അതുപോലെ തന്നെ വെള്ളച്ചാട്ടം, നമ്മുടെ മല, ഡാം എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം കേട്ടോ. ആ മഴയും തണുപ്പൊക്കെ കൊണ്ടുവന്നപ്പോൾ ആകെപ്പാടെ ഒരു ചെറുതായിട്ടൊരു ക്ഷീണം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അശ്വിനും ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു കേട്ടോ ബൈക്കിൽ ഇങ്ങനെ മഴ കൊണ്ടുവരുന്നത്. നമ്മൾ പിന്നെ എല്ലാവരും ആ റെയിൻ കോട്ട് ഇട്ടുകൊണ്ട് തന്നെ മഴ അത്ര വലിയ കാര്യമായിട്ട് നമുക്ക് തോന്നിയില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ഒരു നല്ലൊരു ചൂടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് തണുപ്പും അധികം തോന്നിയില്ല കേട്ടോ. നമ്മൾ കാറിലൊക്കെ പോവുകയാണെങ്കിൽ നല്ല ദൂരമുള്ളത് കൊണ്ട് നല്ല സേഫ്റ്റി ആയിട്ട് പോകാം കേട്ടോ. ബൈക്കിലാകുമ്പോൾ കുഴപ്പമില്ല, എന്നാലും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.